ഹലോ ഗൈസ്, അപ്പോൾ നമ്മുടെ റോഡിൽ ഇപ്പോൾ റെയറായിട്ട് കാണുന്ന ഒരു ഐറ്റമാണ് എൻ്റെ കയ്യിലിരിക്കുന്നത്, നമ്മുടെ സ്വന്തം ചേതക്ക്. സോ അപ്പോൾ ഈ വണ്ടി എൻ്റെ കയ്യിലോട്ട് ആദ്യം കിട്ടിയപ്പോൾ എനിക്ക് ഓർമ്മ വന്നത്, ഞങ്ങളുടെ വീടിനടുത്തൊരു ഗവൺമെൻറ് ഹോസ്പിറ്റലുണ്ട്. അവിടെ പണ്ടൊരു പെട്ടിക്കട ഉണ്ടായിരുന്നു. അവിടെ വെറും 10 രൂപയ്ക്കൊക്കെ നമ്മുടെ സ്പ്ലെൻഡർ, MAT, യമഹയുടെ കുറേ സ്കൂട്ടർ, അതുപോലെ ഈ ചേതക്കിൻ്റെയൊക്കെ പ്ലാസ്റ്റിക് ഐറ്റം കിട്ടുമായിരുന്നു. പക്ഷേ പ്ലാസ്റ്റിക് ആണെങ്കിൽ പോലും അന്യ ഡീറ്റെയിൽ കൊടുത്തുള്ള വണ്ടിയാണ്. എക്സാക്റ്റ് എങ്ങനെയാണോ വണ്ടി ഇരിക്കുന്നത് അതുപോലെ തന്നെ ഡീറ്റെയിൽ കൊടുത്തുള്ള വണ്ടിയാണ്. പക്ഷേ എനിക്കത് കിട്ടണമെങ്കിൽ ഞാനെന്തെങ്കിലും പനിയോ ഛർദിലൊക്കെ ആയിട്ട് ആ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയാൽ മാത്രമേ ഉള്ളൂ എനിക്കത് വാങ്ങിത്തരത്തുള്ളൂ. കാരണം ഞാൻ അന്യായ മേടായിരുന്നു. ഹോസ്പിറ്റലിൽ അവിടെ കിടന്നാൽ ഞാൻ തലകുത്തി മറിക്കും. അതുകൊണ്ട് എനിക്കത് മേടിച്ച് തരുന്നു അടങ്ങിയിരിക്കാൻ വേണ്ടി. എന്നാലും ആ വണ്ടിയും വെച്ചിട്ട് ഞാൻ അടങ്ങിയിരിക്കില്ല. അത് ഓടിച്ച് പറിച്ച് അതിൻ്റെ വീലും എല്ലാം കൂടെ നാല് വഴിക്കാക്കിയാലേ എനിക്കൊരു സമാധാനമാകത്തുള്ളായിരുന്നു. സോ ആദ്യം എൻ്റെ കയ്യിൽ ഈ വണ്ടി കിട്ടിയപ്പോൾ എനിക്ക് അതാണ് ഓർമ്മ വന്നത്. പിന്നെ ഇത് ഫുള്ളി മെറ്റലിലാണ് വരുന്നത്. പിന്നെ ഇതിന് 3 വീലുണ്ട്. പുറകിലിരിക്കുന്ന ബോക്സ് നമുക്ക് ഓപ്പൺ ചെയ്യാൻ പറ്റുന്നതാണ്. പിന്നെ ഈ ഹാൻഡിൽ നമുക്ക് തിരിക്കാൻ പറ്റും. പിന്നെ ഇത് മെറ്റലാണ് വരുന്നത്. ഈ ബോഡി നമുക്ക് മെറ്റലാണ് വരുന്നത്. സോ ഇതിന് ചേർക്കുന്നൊന്നുമല്ല കൊടുത്തിരിക്കുന്നത്, പൊട്ടറി എന്നാണ് കൊടുത്തിട്ടുള്ളത്. അപ്പം എന്താ പൊട്ടിയെന്ന് എനിക്കറിയാൻ പാടില്ല. ഈ സൈഡിൽ ഇരിക്കുന്ന സ്റ്റിക്കറിലായിരുന്നെങ്കിൽ കുറച്ചുകൂടെ നന്നായിരുന്നു. അതുപോലെ 2 വീലായിരുന്നെങ്കിൽ കുറച്ചുകൂടെ ഒറിജിനാലിറ്റി കിട്ടിയേനെ. സോ ഇത് ഞാൻ മേടിച്ചതല്ല, എനിക്കൊരാൾ വാങ്ങി തന്നതാണ്. ഇതിൻ്റെ പ്രൈസ് വരുന്നത് ഏകദേശം 290 ആ റേഞ്ചിലാണ് വരുന്നത്. അപ്പോൾ അത്രേ ഉള്ളൂ കാര്യം. പിന്നെ നെക്സ്റ്റ് ഏത് കാർ അൺബോക്സ് ചെയ്യണമെന്നൊരു കൺഫ്യൂഷനിൽ ഞാൻ നിൽക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഏതെങ്കിലും കാറൊക്കെ സജസ്റ്റ് ചെയ്യാൻ പറ്റുവാണെങ്കിൽ കമൻറ്റ് ബോക്സിലൊന്ന് അറിയിക്കും. ബൈ.